ഇപ്പൊ വരും നോക്കാം. മൊത്തം ഞെട്ടിക്കലാണല്ലോ. ഞെട്ടിക്കൽ. അയ്യോ അയ്യോ എന്റെ പൊന്നോ. നമസ്കാരം. നീ പ്രതീക്ഷിച്ചില്ലേ? നിങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകതരം ഒരു മെന്റാലിറ്റിയിലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് ഒന്ന് ജാഫർക്ക് ഒന്ന് നസീർ സംക്രാന്തിയാണ്. നസീർ സംക്രാന്തി കയ്യിൽ നിന്ന് വീഴുന്നത് ചിലപ്പോ കയ്യിൽ നിന്ന് ഇടുക എന്ന് പറയത്തില്ല. ഓൺ ദ സ്പോട്ട് അവർ എന്തെങ്കിലും നമുക്ക് ഒരിക്കലും ചിന്തിക്കാത്ത കൗണ്ടറൊക്കെ അടിക്കുകയെ. മണിച്ചാൻ പിന്നെ അറിയാലോ എല്ലാവരോടും വലിയ സ്നേഹമാണ്. പ്രത്യേകിച്ച് മിമിക്രിക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റാർസ് ഒക്കെ ഉണ്ടെങ്കിലും അവര് വേറൊരു വിങ് ആയിരിക്കും. നമ്മള് വേറൊരു ഗ്രൂപ്പ്, അവര് വേറൊരു ഗ്രൂപ്പ്. അങ്ങനെ മണിച്ചാൻ നമ്മുടെ കൂടെ ആയിരിക്കും. സാധാരണ നടന്മാരോടൊപ്പമായിരിക്കും പുള്ളി എപ്പോഴും എപ്പോഴും ഓരോരോ കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതില് ഈ നമ്മളെപ്പോഴും മണിച്ചേട്ടൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ ചേർത്ത് നിർത്തും. പലപ്പോഴും ഞാനും ധർമ്മജനുമായിരുന്നു ഒരു ട്രിപ്പ്. അപ്പൊ ഞാനും ധർമ്മജന്റെ ഒരു റൂമിൽ, മണിച്ചേട്ടന് വേറെ റൂമുണ്ട്. പക്ഷെ മണിച്ചേട്ടൻ അവിടെ കിടക്കുകയല്ല. നിങ്ങളുടെ കൂടെ വരും. രാത്രി ആവുമ്പോൾ നേരെ ഞങ്ങളോട് വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നടക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും മണിച്ചേട്ടൻ പുറത്തോട്ട് കാലും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കിടന്നുറങ്ങുന്നത് എന്നും. മണിച്ചേട്ടൻ്റെ അടുത്ത് പിന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, ആ വള സ്വർണ്ണമാണെന്ന് ഊരി നോക്കും, കൊണ്ട് വരച്ച് നോക്ക് സാറേ എന്നും പറഞ്ഞിട്ട് ഊരിയെടുത്ത് കസ്റ്റംസിൻ്റെ മുമ്പിലോട്ട് വലിച്ച് ഊരി അങ്ങ് എറിഞ്ഞു കൊടുത്തു. മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിക്കുന്നുള്ളത് കൊണ്ടും ദിലീപേട്ടനോട് ഒരു സിനിമയിൽ വന്നാൽ നമുക്കൊരു ക്ലിക്ക് അടിക്കാം എന്നുള്ളൊരു വിശ്വാസമൊക്കെ വരും. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് നമ്മളെ അങ്ങനെ ഒരു തോന്നലുണ്ടാവും. കുറേ നാളായിട്ട് ഒരു മനസ്സിൽ ആഗ്രഹിച്ച് അഭിനയിച്ച അങ്ങനെ ഒരാള് അങ്ങനെ ഉണ്ടാവുമോ? തീർച്ചയായും ദിലീപേട്ടനോട് അഭിനയിക്കും. കാരണം ഞാനൊക്കെ വന്ന ഒരു സമയത്ത് ദിലീപേട്ടൻ സിനിമകളിലൂടെയാണ് ഒരുപാട് പേര് കൊമേഡിയൻസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ വന്ന ഒരു സമയത്തുള്ള ഒരുപാട് പേര്, അശോകൻ ചേട്ടനാണെങ്കിലും സലിം കുമാർ ഏട്ടനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ അത് കഴിഞ്ഞായിരുന്നു സുരാജിന്റെ ഒരു വരവ്. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഷാൻജനെ കാണാനായിട്ട് പഴയ ഒരു സുഹൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ആരാ? ഇപ്പൊ വരും നോക്കാം. മൊത്തം ഞെട്ടിക്കലാണല്ലോ. ഞെട്ടിക്കൽ. നോക്കാം ആരാന്ന്. അയ്യോ അയ്യോ എന്റെ പൊന്നോ. നമസ്കാരം. നീ പ്രതീക്ഷിച്ചില്ലേ? ഹലോ നമസ്കാരം. സുഖാണല്ലോ? വന്നിട്ടേ ഇതിനകത്തോട്ട് അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു അവതാരം ഇവിടെ വരുമെന്നുള്ള സംഭവം. മമ്മൂട്ടിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു. അവിടെ പെട്ടെന്ന് സാദാ സാഹിബ് വന്നേക്കുന്നത്. സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ മുമ്പേ പറഞ്ഞില്ല, നമ്മൾ മിമിക്രി വന്നിട്ടുള്ള സുഹൃത്തുക്കളാണ് ഇപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞതിനകത്ത് ഒരാളാണ് രാജ. ഇപ്പൊ രാജയായിട്ടാണല്ലോ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ഫോൺ വിളിയോ എപ്പോഴും കാണലോ ഒന്നുമില്ല. പക്ഷെ ഒരു സൗഹൃദം പണ്ട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സൗഹൃദമാണ്. ആ ഒരു സ്നേഹവും ആ ഒരു പരസ്പര ബഹുമാനവും അത് എന്നും ഇപ്പോഴും ഉണ്ട്, അത് എന്നും ഉണ്ടാവും. അത് തന്നെയാണ് തിരിച്ചും പറയാനുള്ളത്. ആ കോൺക്രീറ്റ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതെപ്പോഴും അതങ്ങനെ തന്നെ നിൽപ്പുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഷോസ് ഒക്കെ നേരത്തെ കലാഭവനിൽ ഒരുമിച്ച സമയത്ത് ഞാൻ കലാഭവനിലില്ലായിരുന്നു. അല്ല, ആ സമയത്ത് ഇവര് നിങ്ങൾ അത് മാത്രമായിട്ടല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ കലാഭവനിൽ വരുന്നത് 95 to 2000 ആണ്. അതിനൊക്കെ വളരെ മുൻപ് നിങ്ങൾ പരിചയമുണ്ടോ? പിന്നെ അതിനു മുൻപ് പത്തനംതിട്ട സാരംഗം എന്ന് പറയുന്ന ഒരു ഗാനമേള ടീമുണ്ട്. ഇപ്പോഴും ഉണ്ട് അവര്. സൂപ്പർ ഹിറ്റ് ഗാനമേളയാണ്. അവരുടെ പ്രോഗ്രാം കാണാൻ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും, കോട്ടയം ഏരിയയിൽ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെല്ലാം പോകും. ഗാനമേള കേൾക്കുന്നതിനോടൊപ്പം രാജാ സാഹിബിന്റെ മിമിക്രി കേൾക്കാനാണ്. കാര്യം അത്രയ്ക്ക് സൂപ്പർ. ഇപ്പോഴും അതെ, ആ സമയത്ത് ഒരുപാട് പേര് ഞെട്ടിച്ചോണ്ടിരുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ജയന്റെ ഫിഗർ, അതേപോലെ കുറെ ഫിഗർ ചെയ്യുന്നത്. അപ്പൊ നമ്മളെല്ലാം കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിനുശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് സാരംഗിന്. അപ്പൊ രാജാ സാഹിബ് ഇല്ലാത്ത വേദികളിൽ അവരെന്നെ വിളിക്കും. രാജാ സാഹിബിന് വേറെ ട്രിപ്പോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അവരെന്നെ വിളിക്കും. അപ്പൊ അങ്ങനെ രാജയ്ക്ക് ഗ്യാപ്പിന് ഞാൻ ഇടയ്ക്ക് അവിടെ പോകും. അപ്പം ഈ രാജേട്ടൻ ചെയ്തോണ്ടിരുന്ന ക്യാരക്ടർ അതുപോലത്തെ ക്യാരക്ടർ ആയിരുന്നു. അല്ല, മിമിക്രി എന്റെ ഡിഫറെന്റ് ആണ്. ഷാജോൺ വേറെ ഒരു പ്രസന്ററാണ്. പുള്ളി മിമിക്രി, പാട്ട്, കംപ്ലീറ്റ് എല്ലാം സർവകലാ വല്ലഭനാണ്. പിന്നെ ഫിഗർ കോൺസെപ്റ്റ് മാത്രം. രാജസാഹിബ് ഫുൾ ഫിഗർ ഫിഗറിന്റെ ഒരു സൗണ്ട് ഉണ്ട്, പ്ലസ് ഫിഗർ, എല്ലാം ഫുൾ കോസ്റ്റ്യൂം. ലാലേട്ടന്റെ ഫിഗർ, മറ്റേ മൻസൂർ അലി ഖാൻ, അവന് കുറെ ഉണ്ട്. ജയൻ സൂപ്പർ ആയിരുന്നു അത്. പക്ഷെ ഞാൻ അങ്ങനെ
കോസ്റ്റ്യൂം ഒന്നുമില്ല, നമ്മളങ്ങനെ നിന്നൊരു ചെയ്യാൻ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന പോലെ പുള്ളി ആങ്കറിങ് കൂടെ ആയിരുന്നു. അപ്പൊ ഷോ മൊത്തം ആങ്കറിങ്. അന്നാണ് ഈ അവതാരകർ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഷാൻ ചേട്ടൻ കേറി വരുന്ന സമയത്ത് ഇദ്ദേഹം ഭയങ്കര തിളങ്ങി നിൽക്കുന്ന താരമാണ്. സംശയമില്ല, ഭയങ്കര തിളക്കമായിരുന്നു. അല്ലല്ല, രാജേട്ടനൊക്കെ എല്ലാവർക്കും അറിയാം എത്രയോ ഭയങ്കര. എന്താന്ന് വെച്ചാല് ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മള് ഫിഗർ കോൺസെപ്റ്റ് എന്നൊരു സാധനം ഒരു മിമിക്രിയിൽ ഇത്തരം ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് വരുന്നത് കൊണ്ടാണ് ആ പുതുമ പെട്ടെന്ന് ഹൈലൈറ്റ് ആയത്. അതാണ് ആ തിളക്കം. അതായത് ഇപ്പൊ ഇന്നസെന്റ് ആയി വരുമ്പോൾ ഞാൻ ഇന്നസെന്റ് ആയി മാറുന്നു, കോസ്റ്റ്യൂം ഉൾപ്പെടെ. മൻസൂർ അലി ഖാനായിട്ട് വരുമ്പോൾ മൻസൂർ അലി ഖാൻ, ലാലേട്ടനായിട്ട് ആദ്യം വരുന്നു, പിന്നെ അതിനകത്ത് എ ആർ റഹ്മാൻ, ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ മാസം ഓരോന്നോരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുക. ചിത്രവര ഉണ്ട് എനിക്ക്. അപ്പൊ അത് ഫിഗറിലേക്ക് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് അന്ന് പോളിഷ് ചെയ്ത് എടുക്കുമ്പോൾ എങ്ങനെ ഒരു ഫിഗർ കിട്ടും. ഇപ്പൊ നമ്മുടെ മഹേഷ് കുഞ്ഞുമോനാണ് ഇപ്പോഴത്തെ മിമിക്രിയിലെ സൂപ്പർ സ്റ്റാർ. പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് സൗണ്ടും അത് അപ്പോഴേ ഗ്രാസ്പ് ചെയ്ത് അത് ഏത് രീതിയിലും ഫ്ലെക്സിബിൾ ആണ്. പുള്ളി ഏത് പിച്ചിലും കൊണ്ടുപോകുന്നുള്ളതാണ്. അസാധ്യ കഴിവെന്ന് പറയുന്നത് ഫിഗറിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ സൗണ്ടിങ്, ഞാൻ ആദ്യം സൗണ്ട് പഠിക്കും, അതിനുശേഷം ഫിഗർ എടുത്തിട്ട് ഏതൊക്കെ മാനറിസം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരാളുടെ കോപ്പി പേസ്റ്റ് അങ്ങനെ തന്നെ ആക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊക്കെ ആ സമയത്ത് നസീർക്കയുടെ കൂടെ ആയിരുന്നു, കോട്ടയം നസീർ. ഇപ്പൊ നസീർക്ക് നവാസും കൂടി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, പട്ടണത്തിൽ അപരന്മാർ. അപരന്മാർ നഗരത്തിൽ അപരന്മാർ നസീർക്കൊക്കെ ആ സമയത്ത് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, അപരന്മാർ നഗരത്തിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ജയൻ സാറ് വീണ്ടും വന്നിങ്ങനെ ഹാരമായിട്ട് നിൽക്കുന്ന സമയം. അപ്പൊ ജയൻ സാറിന്റെ വേഷം ചെയ്തത് ഹൈലൈറ്റ് ആയി രാജയായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറെ ദിവസം ആ സിനിമ ഷാജോന് വേണ്ടി ഡബ് ചെയ്തത് വരെ ഞാൻ കുറച്ച് പോർഷൻ നീ അന്ന് ഇവിടെ പ്രോഗ്രാമിന് നസീറൊക്കെ ആയിട്ട് പോയ സമയത്ത് എന്തായിരുന്നു ആ സെന്റൻസ്? ഞാൻ ഷാജോന് വേണ്ടി ഡബ് ചെയ്തത് ഒരു ഡോക്ടറായിട്ടാണ് ഷാജോൺ. അപ്പൊ പുള്ളി പറയുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് ഞാൻ ആ ഓർത്തെടുക്കണം. നിങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകതരം ഒരു മെന്റാലിറ്റിയിലാണ്. അപ്പോഴാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി കോമഡി കൊടുത്ത് ചെയ്തോളല്ലോ. അപ്പൊ പുള്ളി ആ സൈക്കാട്രിസ്റ്റിന്റെ ഒരു മാനറിസം ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടുള്ള സാധനമൊക്കെ ചെയ്തത്. അപ്പം നമ്മുടെ TS രാജു അല്ലേ, TS രാജു പുള്ളിക്കാണ് ജയന് അഡ്വാൻസ് കൊടുത്തിട്ട് പോകുന്ന വഴിക്ക് ആക്സിഡന്റ് പറ്റി 20 വർഷം കോമായിട്ട് കിടന്ന ആള്. പിന്നെ ജോക്കറിനകത്തുള്ള അദ്ദേഹം 20 വർഷത്തിന് ശേഷം ബോധം ഉണരുമ്പം പുള്ളി 20 വർഷത്തിന് ശേഷമുള്ള കാര്യം മാത്രമേ പുള്ളിക്ക് ഓർമ്മയുള്ളൂ. മുമ്പുള്ള കാര്യമുള്ളൂ, ബാക്കിയൊന്നും ഇപ്പോഴത്തെ കാര്യമൊന്നും അറിയത്തില്ല. ആ മോനെ കയറി അളിയാന്നൊക്കെ വിളിക്കും. അപ്പൊ പുള്ളിയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ വളരെ പ്രത്യേക രീതിയിൽ വേണം നമ്മൾക്കിതിനെ മാറ്റിയെടുക്കാൻ. മണിച്ചിത്രത്താഴ് മോഹൻലാലായിരുന്നു അതിനകത്ത്. അങ്ങനെ ഭയങ്കര രസം. ആ പടം അത്യാവശ്യം ഒരു 93 ദിവസം പിന്നെ എനിക്ക് പിന്നെ സിനിമയെ ശ്രദ്ധിക്കാൻ പറ്റില്ല, ഉദ്ഘാടനമായിരുന്നു. അത് കാരണം അങ്ങോട്ട് പോയി അങ്ങനെ പൈസ കാര്യം അതിനകത്ത് നിന്ന് കിട്ടിയ തുച്ഛമായ പൈസ ഉള്ളായിരുന്നു. അതെ, നസീറും നവാസും ഉണ്ടായിരുന്നു. അതിൽ ഒരു പ്രൊഡ്യൂസർ ഞാൻ ആവേണ്ടതായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചു, 3 ഹാൻഡ്സ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് ആ സംഭവം തുടങ്ങുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസിങ് കൂടെ ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചു. പടം എങ്ങനെയെങ്കിലും ഒന്ന് ഓടിച്ച് കിട്ടിയാലല്ലേ. അപ്പൊ ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഡാർ ലവ് ഒക്കെ ചെയ്ത് അദ്ദേഹമാണ് അപ്പോൾ ആ സിനിമ എടുത്തത്. അവസാനം ഞാൻ അതിന്റെ പറയൊന്നും പറയണ്ട. അല്ല, നസീറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് എൻ്റെ വണ്ടി CC പിടുത്തക്കാർ അവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് പടം ഇവിടെ 50-ാം ദിവസത്തിന്റെ ആഘോഷം നടക്കുക, ജയൻ തിയേറ്ററിൽ സന്ദർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ എല്ലാ തിയേറ്ററിലും, കേരളത്തിലെ എല്ലാ തിയേറ്ററിലും ചെല്ലുമ്പോൾ എൻ്റെ അത്രയുള്ള മാലയൊക്കെ കൊണ്ടുവന്നിട്ടിട്ടാണ് എന്നെ സ്വീകരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വണ്ടി പിടിക്കുമെന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് വൈഫ് വിളിച്ചിട്ട് പറയാം, CC-ക്കാർ വന്നിരിക്കുന്നു, വണ്ടി ഇപ്പോൾ കൊണ്ടുപോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് ഔസേപ്പച്ചൻ, നസീർ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഔസേപ്പച്ചനോട് പോയി പറയാമെന്ന് പറഞ്ഞു. പുള്ളിയെടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു എത്ര രൂപ. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ തിരിച്ചു പോകണം, എനിക്ക് ഒന്നും പറ്റില്ല, എനിക്ക് പൈസ വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ അവിടെ നിന്ന് CC അടയ്ക്കാനുള്ള ബാലൻസ് പൈസ 40,000 രൂപ കണ്ട് അവിടെ കൊടുത്തു. അതാണ് എനിക്ക് കിട്ടിയ പേയ്മെന്റ്. അത് CC-ക്കാർ കൊണ്ടുപോയി. അത് CC-ക്കാർ. പിന്നെ നോക്കുമ്പോൾ ഞാൻ തുടങ്ങി വെച്ചത് പിന്നെ ആകെ ഉള്ള ഐഡിയ ഉദ്ഘാടനമായിരുന്നു. അപ്പൊ അതിനകത്ത് 1 ലക്ഷം രൂപയൊക്കെ ഒരു ഉദ്ഘാടനത്തിനൊക്കെ അന്ന് കിട്ടി. ജയനായിട്ട് പോകും. ജയൻ അല്ലെങ്കിൽ അത് 50,000 രൂപയ്ക്ക് പോകും.
അതാണ് ബെൽ ബോട്ടനും മറ്റു സാധനം ഇടാണെങ്കിൽ ഞാൻ പറയും ഡബിൾ ചാർജ് ആണ്. പക്ഷെ ഒരുപാട് ഉദ്ഘാടനം കിട്ടും. ചിങ്ങ ഒന്നിനൊക്കെ 3 ഉദ്ഘാടനമാണ്. അതിന്റെ 3 വണ്ടികൾ നിരന്ന് നിൽക്കുക. അന്ന് രാവിലെ ജീപ്പ് തൂങ്ങിയാൽ ജീപ്പിലൊക്കെ വന്നിട്ട് പെട്ടെന്ന് ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങി വന്നിട്ട് ലോറിയുടെ ഗ്ലാസ് ഒക്കെ അടിച്ചു പൊട്ടിക്കുക. പുതിയ പുതിയ ഐഡിയാസ്, ഉദ്ഘാടനം വെറൈറ്റി ആക്കണ്ടേ. അപ്പൊ ആളുകൾ പെട്ടെന്ന് ജേനം അടിച്ചു പൊട്ടിക്കുന്നതാ ഗ്ലാസ് ഒക്കെ, ഇതെന്താടാ ഭ്രാന്താണോ. എന്നിട്ട് നീയാണോടാ പെണ്ണുങ്ങളെ കളിയാക്കുന്ന നിലവില്ലാതെ ഷാജി, നീയും നിന്റെ ഒരു ലോറിയും ഗ്ലാസ് അടിച്ചു പൊട്ടിക്കും. അത് ഈ ഗ്ലാസ് ഒക്കെ സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ടിരിക്കുക, നമുക്കറിയാം പൊട്ടിക്കാനായിട്ട്. ഗ്ലാസ് ഒക്കെ മാറി ചെന്നപ്പോ ലോറി മാറിപ്പോയി, വേറെ അന്നത്തോടെ അവര് തലയടിച്ച് പൊട്ടിച്ച്. അങ്ങനത്തെ എന്തൊക്കെ രസമുള്ള കാര്യങ്ങൾ. ഷാൻജോൺ ഇപ്പൊ ഈ പറഞ്ഞ പോലെ, അല്ല രാജേഷേട്ടന് ഒരുപാട് ഇങ്ങനെ നല്ല ബൂമിൽ നല്ല തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ദേ ഓരോരോ ഷോസിലും കാര്യങ്ങളിലുമായിട്ട് ഇവൻ കൊള്ളാലോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അവരൊക്കെ സംസാരിക്കുന്നുണ്ടോ, എടാ പുതിയൊരു പയ്യനുണ്ട് ഷാജോൺ, അവൻ ഇത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇപ്പൊ ചെയ്യുന്നു, ഭയങ്കര സംഭവം, അവന്റെ ഐറ്റംസ് ഒക്കെ ഹിറ്റ് ആവാണ്. അങ്ങനെയൊക്കെ കേട്ടപ്പോഴേ രാജാണ് ആദ്യം കണ്ട ആ ഒരു ഇത് ഓർമ്മയുണ്ടോ? ഷാജോണിനെ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഷാജോൺ ഞാൻ പ്രോഗ്രാം ചെല്ലുന്ന സമയത്ത് ഷാജോൺ പ്രോഗ്രാം ചെയ്തോളൂ കൂത്താട്ടുകുളം കൂത്താട്ടുകുളത്ത് അവിടെ ഒരു ഹാള്, ഒരു മുനിസിപ്പൽ ഹാളിലായിരുന്നു. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മറവി ഈ ഷാജോണ് എനിക്കറിയത്തില്ല ഷാജോൺ ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഓർമ്മകൾ വലിയ വലിയ സംഭവങ്ങളും അങ്ങനെ അധികം ചെയ്യാത്ത ആളാണ്. ഈ ഇപ്പം പിഷാരടി അടുത്ത് പോയി കഴിഞ്ഞാൽ പിഷാരടി അടുത്ത് പറയും, എനിക്ക് എൻ്റെ കാര്യങ്ങൾ പോലും ഓർമ്മയില്ല, നിനക്ക് അതൊക്കെ ഇനി വന്നാൽ മതി, ഞാൻ പറഞ്ഞോളാന്ന് പറയും. ഭയങ്കര ഓർമ്മശക്തിയാണ് പുള്ളിക്ക്. അതുപോലെ ഇത് ഷാജോണെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കുന്ന അളിയാന്ന് പറഞ്ഞ് അന്ന് തന്നെ കെട്ടിപ്പിടിച്ചു. ഒരു എന്താ പരിചയക്കുറവോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. ഷാജോണും ഷാജോണിന്റെ ചേട്ടൻ ഷിബു, ഇവർ രണ്ടുപേരും നമ്മളെ അടുത്ത് അന്ന് ഒരുമിച്ചാണ് നിങ്ങൾ രണ്ടുപേരും വന്നത്. രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ അന്നൊരു ലോക്ക് വീഴുന്നത്. പിന്നെ ഇതുവരെ ആ ലോക്ക് ഇപ്പൊ ഇനി 31-ാം തീയതി നമ്മുടെ മറ്റൊരു സിനിമ ഒരുമിച്ച് അഭിനയിച്ച സിനിമ കുടുംബശ്രീ അത് ലൊക്കേഷനിൽ ഞങ്ങള് ചുമ്മാ എൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ഒരു എക്സ്പ്രഷനും കണ്ടിട്ട് ടേക്ക് ലൈറ്റൊക്കെ ഇപ്പൊ പോവും. ഷാജോൺ അവിടെ നിന്നിട്ട് ഞാൻ മുഖത്ത് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കാണിക്കും, ഷാജോൺ തന്നെ പെട്ടെന്ന് ചിരി നിർത്താൻ പറ്റൂല. അപ്പൊ ഇപ്പൊ ലൈറ്റ് തീരും, അവിടെ ഷൂട്ട് ഒറ്റ ടേക്കിന് തീർക്കണം. അത് ഒരു 4 ടേക്ക് എടുക്കേണ്ടി വന്നു. ഷാജോണ് പിടിച്ചിരിക്കാൻ സ്റ്റേജിലും ചില സമയത്ത് ഷാജോൺ അപ്പൊ ഇന്ന് നിങ്ങൾ ഈ തമാശ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഈ ചില കൗണ്ടർ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആള് നിങ്ങളൊക്കെ കട്ടക്ക് നിൽക്കുന്നവരല്ലേ, അപ്പൊ നിങ്ങൾ ഒരുമിച്ചൊക്കെ ഓരോന്നും ചെയ്യുമ്പോ സ്റ്റേജിൽ തന്നെ അറിയാണ്ട് ചിലപ്പോ ചിരി വന്നു പോവാ. കൈവിട്ട് പോയിട്ടുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഞാൻ ചിരിച്ചിറങ്ങി പോയിട്ടുണ്ട്, തിരിഞ്ഞു പോയിട്ടുണ്ട് സ്റ്റേജിൽ നിന്നൊക്കെ. ചില ഡയലോഗുകളൊക്കെ നമ്മൾ ചിലപ്പോൾ മാറ്റി തിരിച്ചൊക്കെ അബദ്ധം പറ്റിയിട്ട്. അപ്പൊ ജാഫർക്കൊക്കെയാണ് അതിന്റെ മെയിൻ ആൾക്കാർ. ജാഫർക്കൊക്കെ എന്നൊക്കെയാ പറയുന്നത്, ജാഫർക്ക് പോലും അറിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് ഒന്ന് ജാഫർക്ക്, ഒന്ന് നസീർ സംക്രാന്തി. കയ്യിന്ന് വീഴുന്നത് ചിലപ്പോ കയ്യിന്നിടുകയെന്ന് പറയത്തില്ല, നമുക്ക് ഒരിക്കലും ചിന്തിക്കാത്ത കൗണ്ടറൊക്കെ അടിക്കുവേ. പക്ഷെ അങ്ങനെ ഇപ്പൊ വിട്ടു പോകുമ്പോൾ ഷാൻജേട്ടാ അത് നിങ്ങളുടെ പ്രോഗ്രാമിനെ പെർഫോമൻസിനെയൊക്കെ ബാധിക്കും. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളവരങ്ങനെ അവരങ്ങ് മാനേജ് ചെയ്തോളും. ഓഡിയൻസ് പോലും അറിയത്തില്ല നമ്മൾ ചിരിച്ചോണ്ട് പോയതാണ്. നമ്മൾ പുറകെ പോയി ബാക്കി അമ്മമാരെല്ലാം തലതിൽ ചിരിക്കും. അമ്മമാരും ഒക്കെ ആയിട്ട് ഒരു 2 റൗണ്ട് ഒന്ന് ചിരിച്ചിട്ട് നേരെ കയറി വരും. പിന്നെ അതുമായിട്ട് അങ്ങനെ പോകും. ചില സാധനം അങ്ങനെയാണെന്നറിയാം മാനേജ് ചെയ്യുന്നത്. നമ്മളിപ്പം സ്റ്റേജിൽ ഇപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ചില സാധനങ്ങൾ, ചിലപ്പോൾ കുടിയൻ്റെ അടുത്ത് ഷാജോൺ എന്തെങ്കിലും ഒരു സാധനം ചോദിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഷാജോൺ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചോദ്യം വിട്ടുപോയെന്ന് വെച്ചോ. അപ്പം മറ്റേത് പ്രശാന്ത് ആണെങ്കിൽ പ്രശാന്ത് എന്നിട്ട് അവൻ പറയും, നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും അവിടെ വെച്ച് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു എന്ന്. അപ്പോഴേ ഈ സാധനം നമുക്ക് ഹിന്റ് കിട്ടി. അത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അതുകൊണ്ടാണ് ഈ മിമിക്രി എന്ന് പറയുന്ന ഒരു മൾട്ടി ടാസ്ക് ആണ്. ശരിക്കും കെമിസ്ട്രി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്നും ഒരാളും
ഇപ്പൊ കൈവിട്ട് പോയാലും ഒരാൾ നെക്സ്റ്റ് ആരും നിങ്ങൾക്ക് അത് നമ്മൾ ചില സ്റ്റേജിലൊക്കെ താഴെ ചെന്ന് 6 മണിക്കായിരിക്കും ഷോ, 5 മണിക്ക് ചെന്നിട്ട് നീ മറ്റേത് പറയണം, നീ ആ മറ്റേ ക്യാരക്ടറാണ്, നീ മറ്റേ ക്യാരക്ടറാണ്, പക്ഷേ നീ അത് ചെയ്യും, അപ്പൊ നീ എന്ത് ചെയ്യും, മറ്റേ ചെയ്യും, അപ്പം ഒന്നും പറഞ്ഞാൽ റെഡി കയറാം. അങ്ങനെ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അതൊരു കോമ്പിനേഷൻ നമുക്ക് അങ്ങോട്ട് അണ്ടർസ്റ്റാൻഡിങ് ആണ്. 5 മിനിറ്റത്തെ സമയമുള്ളൂ. അതൊക്കെ സ്റ്റേജിൽ മാട്ടേന്ന് പറയും ഞങ്ങളുടെ ഇടയിൽ. അതങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സാധനം നമ്മൾ എവിടെയെങ്കിലും കണ്ട ഓർമ്മ ചിലപ്പോൾ ആ സ്കിറ്റിനെ കുറിച്ച് ഉണ്ടാവും. പക്ഷേ ഇത് ഇങ്ങനെ ഒരു പ്ലാനിങ്, നീ ചോദ്യം ചോദിക്കണം, നീ അങ്ങനെ ഞാനത് പറയണം, അങ്ങനെ ഇങ്ങോട്ടും പറഞ്ഞില്ല, അഥവാ ഏതെങ്കിലും പറഞ്ഞാൽ മറ്റോ കയറി പറയും. ഓക്കെ. ഇനി ഈ സ്റ്റേജ് പരിപാടികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നേരെ ഈ കലാഭവൻ ഷാജോൺ എന്ന് പറയുന്ന ഒരാൾ സിനിമയിലേക്ക് എത്തി. സിനിമയിൽ ചാലഞ്ചിങ്, ആദ്യം കോമഡിയിലൊക്കെ ഓരോന്ന് ചെയ്യായിരുന്നു, അവിടുന്ന് അങ്ങ് വേറിട്ട ഓരോരോ കഥാപാത്രങ്ങൾ. അങ്ങനെ ശരിക്കും രാജേട്ടൻ ഞെട്ടിപ്പോയ ഏതെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടോ അദ്ദേഹത്തിന്റെ? ഞാൻ ഷാജോണും ഞാനും കൂടെ റബേക്ക ഉതുപ്പ് കിഴക്കേമല സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന കലാഭവൻ മണിച്ചേട്ടനൊക്കെ ഉണ്ട് ആ സിനിമയിൽ. അത്യാവശ്യം മരിച്ചുപോയ ജിഷ്ണു അവിടെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ച് താമസിക്കുമ്പോൾ അളിയ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അളിയ എൻ്റെ ഒരു പടം വരുന്നുണ്ട്, നീ ഫാമിലിയായിട്ട് പോയി കണ്ടിട്ട് എനിക്ക് വിളിച്ച് വരും പറഞ്ഞു. ഓർമ്മയുണ്ട് അളിയ? അത് ഓർമ്മ കാണത്തില്ല. അളിയ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനത് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് ജിത്തുവിൻ്റെ നമ്പർ എനിക്കൊന്ന് അയച്ചു തന്നു. അവർ 2 പേരെയും വിളിച്ച് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. ദൃശ്യം സിനിമ. അപ്പോഴാണ് എൻ്റെ വൈഫ് പറഞ്ഞു, ഷാജോൺ ഇപ്പോൾ ഒരു നടനായെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി. അപ്പോഴാണ് ഓരോ ആർട്ടിസ്റ്റുകളുടെ ഓരോരോ ഇത്, എൻ്റെ ആണെങ്കിൽ പോലും എന്തെങ്കിലും വളിപ്പ് പറഞ്ഞാൽ അത് വളിപ്പാന്ന് തന്നെ, മോശമാണെന്ന് തന്നെ മോശമെന്ന് പറയും, അത് വേണ്ടാന്ന് തന്നെ പറയും എന്ന് പറഞ്ഞതുപോലെ ഷാജോൺ ഇപ്പം ശരിക്കും ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഒരു ക്യാരക്ടർ സുരക്ഷിതമായിട്ട് പുള്ളി കൈകാര്യം ചെയ്ത് ഇറങ്ങുന്ന ആ ഒരു പടം കണ്ടിറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ശരിക്കും അഭിമാനം തോന്നും. അതായിരുന്നു ഞാൻ ഷാജോണിന്റെ ആദ്യത്തെ ഒരു ദൃശ്യം തന്നെയാണ് ഷാജോണ്, അല്ലേ? ഷാജോണിന്റെ മനസ്സിൽ. അതിനു മുമ്പ് ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഷാജോന്റെ കോമഡി ചെയ്യുമ്പോൾ രാജേട്ടൻ പ്രത്യേകിച്ച്, കാരണം ഒരുപാട് കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം, ഓ ഇവന്റെ കാലിബർ ഇത്രയാണ്, ഇവന് ഇതിനെക്കാട്ടിലും ഗംഭീരം, ഇതൊക്കെ അറിയുന്നതാണ്. ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഷെയ്ഡോ ചാലഞ്ചിങ് ആയിട്ടുള്ള ഇങ്ങനത്തെ ചെയ്യുമ്പോഴാണ് ആ അഭിനയം പ്രതിഭേനെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നതും കാണുന്നതും, അല്ലേ? ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ 2 പേരും കൂടി ഇരിക്കുമ്പോൾ ചോദിക്കട്ടെ, ഇതേപോലെ തന്നെ നിങ്ങളെപ്പോലെ സ്റ്റേജുകളിൽ നിന്നും പിന്നെ സിനിമയിലെത്തി ഇന്നിപ്പോ നമ്മുടെ കൂടെ ഇല്ല മണിച്ചേട്ടന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് 2 പേർക്കും പറയാൻ ഒരുപാടുണ്ടാവും, നല്ല നല്ല ഓർമ്മകളൊക്കെ. നിങ്ങൾ 2 പേരും ആ ഒരു എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഓർമ്മകൾ? അല്ല, എനിക്ക് എന്താണ് മണിച്ചേട്ടൻ എന്റെ ലൈഫിൽ ഒരുപാട് സ്റ്റേജിൽ നിങ്ങൾ അല്ലാതെ ചെയ്തിട്ടുണ്ടോ? സ്റ്റേജിലാണ് ഞാൻ മണിച്ചേട്ടനോടൊപ്പം സിനിമകൾ ചെയ്തിട്ടുള്ള വളരെ കുറവാണ്. ഈ സിനിമ എത്തിയതിനു ശേഷമാണ് സ്റ്റേജ് ഷോസിൽ നിങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നത്? അപ്പോഴാണ് സിനിമയിൽ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യത്തിനൊക്കെ മുൻപാണ്. ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, മണിച്ചേട്ടൻ്റെ സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അമേരിക്കൻ ഷോയ്ക്കൊക്കെ പോയിട്ടുള്ളത്. അപ്പം ഒരു 3-4 തവണ അമേരിക്ക ഷോയ്ക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. അപ്പോഴാണ് കൂടുതലും മണിച്ചേട്ടന് വേണ്ടി എടുക്കുന്നത്. മണിച്ചേട്ടന് പിന്നെ അറിയാലോ, എല്ലാവരോടും വലിയ സ്നേഹമാണ്, പ്രത്യേകിച്ച് മിമിക്രിക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളെയൊക്കെ ടേക്ക് കെയർ ചെയ്യാനും നമുക്ക് ഭക്ഷണം മേടിച്ചു തരാനും. നമ്മളപ്പോൾ ആ സമയത്ത് ഈ മിമിക്രിക്കാരായിട്ട് പോകുമ്പോൾ സ്റ്റാർസ് ഒക്കെ ഉണ്ടെങ്കിലും അവര് വേറൊരു വിങ് ആയിരിക്കും, മണിച്ചേട്ടൻ നമ്മുടെ കൂടെ ആയിരിക്കും. സാധാരണ നടന്മാരോടൊപ്പമായിരിക്കും പുള്ളി എപ്പോഴും ഓരോരോ കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ടല്ലോ. അപ്പം അതില് ഈ നമ്മളെപ്പോഴും മണിച്ചേട്ടൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ ചേർത്ത് നിർത്തും. അപ്പം ജാഫറുഡിക്ക് മറ്റേ അങ്ങനെ എല്ലാ കുറെ ആൾക്കാർ പുള്ളിയുടെ ഒപ്പം ഇങ്ങനെ നിൽക്കും, പുള്ളി അത് നിർത്തും, അതിൻ്റെ അകത്ത് നമ്മൾ നിന്ന് പോകും. അങ്ങനെയാണ് പലപ്പോഴും. സ്നേഹം കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ചു തരാനും, നമ്മൾ വിശക്കൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ചിലപ്പോൾ തന്നെ വിശക്കുന്നുണ്ട് മോനെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ ആയിരിക്കും. നമുക്കറിയാം എയർപോർട്ടിൽ ഭയങ്കര പൈസ ആയിരിക്കും, പുള്ളി അതൊന്നും നോക്കത്തില്ല, പൈസ എത്രയാണെന്ന് നോക്കത്തില്ല. നമുക്ക് ഭക്ഷണം മേടിച്ചു തരും, ഡ്രിങ്ക്സൊക്കെ മേടിച്ചു തരും. പിന്നെ ഞാൻ ഓർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ റൂമിൽ കിടക്കില്ല, പുള്ളിക്ക് സെപ്പറേറ്റ് റൂം ഉണ്ടാവും. പലപ്പോഴും ഞാനും ധർമ്മജനുമായിരുന്നു ഒരു ട്രിപ്പ്. അപ്പം ഞാനും ധർമ്മജൻ്റെ ഒരു റൂമിൽ, മണിച്ചേട്ടന് വേറെ റൂമുണ്ട്. പക്ഷെ മണിച്ചേട്ടൻ അവിടെ കിടക്കുകയല്ല. രാത്രിയാകുമ്പോൾ നേരെ ഞങ്ങളോട് വന്നിട്ട് ഞങ്ങൾ 2 പേരും നടുക്ക് കിടക്കും. ഞങ്ങൾ 2 പേരോട് മണിച്ചേട്ടൻ്റെ പുറത്തോട്ട് ഇങ്ങനെ കാലുമൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കിടന്നുറങ്ങുന്നത് എന്നും. മണിച്ചേട്ടൻ്റെ കൂടെ എപ്പോഴും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അത് മണിച്ചേട്ടന് വേണമായിരുന്നു.
കാര്യം അത് സൗഹൃദങ്ങളാണ് എല്ലാവരും. ജോബി വായി അടക്കമുള്ള മാനേജർ ജോയിച്ചാൻ അടക്കമുള്ളവരെല്ലാവരും ഒരു 8-10 പേര് കാണും. അപ്പൊ ഈ ട്രിപ്പ് പോകുമ്പോഴും അതില്ലെങ്കിൽ മനുഷ്യന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് റൂമിൽ പോവാ, ഫ്രഷ് ആകാൻ നേരെ ഞങ്ങളുടെ റൂമിലിട്ട് വരിക, ഞങ്ങൾ ഒരുമിച്ച് കിടക്കുക. അപ്പൊ എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ രാവിലെ പോലെ ഞങ്ങളുടെ റൂമിൽ തന്നെ ആയിരിക്കും. രാവിലെ പോകും, വലുതൊക്കെ ഒരുപാട് കഷക്ക് ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞ് പോകുന്നു, എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും. കുവൈറ്റിൽ ഒരു പ്രോഗ്രാം, എൻ്റെ ഒരു പിന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ ഷാജോണും മണിച്ചേട്ടനും വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു. അത് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാനില്ല അവിടെ ഇരുന്ന് ഭക്ഷണം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടാകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രാജസാഹിബേ വിളി. ഞാൻ ഇങ്ങനെയൊക്കെ ഇതാരുടെ കുവൈറ്റ് എയർപോർട്ടിലായിരുന്നു. ഞാൻ നോക്കുമ്പോഴത്തേക്ക് മണിച്ചേട്ടൻ ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്താടാ നീ ഒറ്റയ്ക്ക് നടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ വന്നിട്ട് വാ നമുക്കിങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബോർഡിങ് സ്ഥലത്തേക്ക് പോയി. പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ കുറേ തമാശകളൊക്കെ പറഞ്ഞ് കുറേ കഥകൾ പുള്ളിയെടുത്തെന്ന് പറഞ്ഞാൽ കഥകൾ ഇഷ്ടം പോലെ സ്റ്റോക്കുണ്ട്. അങ്ങനെ അവിടെ വെച്ച് സംഭവിച്ചത് ഈ സംഭവിച്ചത് എങ്ങനെയൊക്കെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നുണ്ടാ പരിപാടി എന്നൊക്കെ. എയർപോർട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണ്. മണിച്ചേട്ടനെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു ടീം ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഞങ്ങൾ അവിടെ ഇങ്ങനെ ജിൻഡോ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മണിച്ചേട്ടൻ്റെ അടുത്ത് പിന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, ആ വള സ്വർണ്ണമാണെന്ന് ഊരി നോക്കും, കൊണ്ട് വരച്ച് നോക്ക് സാറേ എന്ന് പറഞ്ഞിട്ട് ഊരിയെടുത്ത് മറ്റേ കസ്റ്റംസിൻ്റെ മുമ്പിലോട്ട് വലിച്ച് ഊരി അങ്ങ് എറിഞ്ഞു കൊടുത്തു പുള്ളി. അപ്പോഴന്നെ അവർ അത് അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ പുള്ളി സാധാരണ ഈ സാധനം സ്ഥിരം പുള്ളിയുടെ കൈ കിടക്കുന്നതാണ്, ഈ ഒരു ഇത്രയും വലിപ്പമുള്ളൊരു വളമാണ്. അത് പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വെച്ച് ഞാൻ നോക്കി വീട്ടിൽ ഞാൻ എത്തിയപ്പോഴത്തേക്കും ഇത് വാർത്തയായി കഴിഞ്ഞു. ചാനൽ മൊത്തം മണിച്ചേട്ടൻ്റെ സംഭവം, കസ്റ്റംസിൻ്റെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, എന്തൊക്കെയോ അനധികൃതമായ കേസിൻ്റെ കാര്യങ്ങളും പിന്നെ ഫോറസ്റ്റായി വേറെ സംഭവങ്ങളായി. അതൊക്കെ അങ്ങോട്ട് പുള്ളിനെ തകർക്കാനുള്ള ഓരോരോ അങ്ങനെ ആ ഒരു സാധനം നമുക്ക് നമ്മളെ കൂടെ ഇപ്പം വന്നിട്ട് ഇങ്ങോട്ട് പോയൊരു മനുഷ്യനെ കുറിച്ച് ഉടനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ വരികയാണ്. ഇനി നമുക്ക് ഷാൻ ചേട്ടൻ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മൂവി ഇന്ന് റിലീസായിരിക്കുകയാണ്, CID രാമചന്ദ്രൻ റിട്ടയർഡ് SI. എന്ന് പോയി കാണും രാജേട്ടൻ? അത് ഇന്ന് തന്നെ ഞാൻ പോകുന്ന വഴിക്ക് കാണും എന്നുള്ളതാണ്. അപ്പൊ പോയി കാണും. ആ സാധനം ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഷാജോന്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കരുത്. നമ്മളിപ്പോൾ ഒരു സാധനം ഇപ്പം ഞാൻ ജയൻ ചെയ്തു, പിന്നെ എനിക്ക് വന്ന 4 പടം ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് ജയൻ തന്നെ എനിക്ക് വന്നത് എന്ന് പറഞ്ഞാൽ ഷാജോൺ പിന്നെ ഇത് ക്യാരക്ടറാണല്ലോ. പോലീസ് ഓഫീസർ എന്നുള്ളൊരു സാധനം വരുമ്പോഴത്തേക്കും പിന്നെ സുരേഷ് ഗോപി ചേട്ടനും ഇതൊക്കെ ഈ സംഭവത്തിനകത്ത് നിന്ന് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അതിൽ നിന്നൊരു മോചന ക്യാരക്ടർ. പക്ഷെ എനിക്ക് തോന്നുന്നു ഷാജോണ് ഇതിനിടയ്ക്ക് ചില ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് വരാൻ അതിന് ഭാഗ്യമുണ്ട്. ത്രൂ ഔട്ട് ഫുൾ പോലീസ് മാത്രമായിട്ടല്ല ചെയ്യുന്നത്, അതിനിടയിലും ഹ്യൂമർ ചെയ്യുന്നുണ്ട്, വേറെയും ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഷാജോൺ ഒരു ലക്കി മാനാണ്. അതായത് ഈ വക സാധനങ്ങളും ചൂസ് ചെയ്യുന്നുണ്ട് പുള്ളി വളരെ ബുദ്ധിപരമായ ഒരു നീക്കത്തിലൂടെ. അതൊക്കെ അല്ല അത് വേണം. സിനിമയിൽ പണ്ട് അങ്ങനെ ഒരു ശീലം തന്നെ ഉണ്ടായിരുന്നു, ആ ഒരു സാധനം ടൈപ്പ് കാസ്റ്റ് സെയിം തന്നെ പോകണം. അപ്പൊ അതൊക്കെ ഇപ്പൊ അറിയാവുന്നത് കൊണ്ട് ഇവരൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് അതിനെയൊക്കെ കൊണ്ടുപോകണം. അപ്പൊ എന്തായാലും ബേസ് ഉള്ളതുകൊണ്ട് അതെല്ലാം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പം രാജേട്ടാ ഒരുപാട് താങ്ക് യു, വന്നതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും മൂവി കാണണം, കണ്ടിട്ട് ഞങ്ങളുടെ വിവരം അറിയിക്കണം. ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി കേട്ടോ. ഷാൻ ചേട്ടൻ സിനിമയിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും കൂടെ അഭിനയിക്കണം, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ അഭിനയിക്കണം എന്നൊക്കെ എല്ലാവർക്കും ഒരു പ്രത്യേക താല്പര്യവും ഇഷ്ടമൊക്കെ ഉണ്ട്. എന്നാലും ഷാൻ ചേട്ടൻ്റെ മനസ്സിൽ ഒരു ഹ്യൂമർ ഇത്രയും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, അല്ലെ ക്യാരക്ടർ വേഷങ്ങൾ ഏതും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വ്യക്തിയുടെ കൂടെ, വ്യക്തിയല്ല അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കണം എന്ന് കുറേ നാളായിട്ട് ഒരു മനസ്സിൽ ആഗ്രഹിച്ച് അഭിനയിച്ച അങ്ങനെ ഒരാൾ അങ്ങനെ ഉണ്ടാവുമോ? അല്ല, അതിപ്പോ നമ്മൾ വരുമ്പോൾ നമുക്ക് എല്ലാവരോടും അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അല്ല, എന്നാലും ഇപ്പം തുടക്കം മുതൽ ഇന്നസെന്റ് ചേട്ടൻ്റെ കൂടെ, അല്ല ജഗതി ചേട്ടൻ്റെ കൂടെ, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും സുരാജ് ചേട്ടൻ്റെ കൂടെ ഈ ഒരു കോമഡി നല്ല രസമായിരിക്കും, നമുക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് അഭിനയിച്ച ഒരു ആഗ്രഹിച്ചത് തീർച്ചയായും ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ. ഞാനൊക്കെ വന്ന ഒരു സമയത്ത് ദിലീപേട്ടൻ സിനിമകളിലൂടെയാണ് ഒരുപാട് പേര് കൊമേഡിയൻസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ വന്ന ഒരു സമയത്തുള്ള ഒരുപാട് പേര്, അശോകൻ ചേട്ടനാണെങ്കിലും സലിം കുമാർ ചേട്ടനാണെന്നുണ്ടെങ്കിലും ഒക്കെ, ഈ അത് കഴിഞ്ഞായിരുന്നു സുരാജിൻ്റെ ഒരു വരവ്.
എല്ലാം ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് തന്നെ ദിലീപേട്ടന്റെ സിനിമകളിലൂടെയാണ് കൂടുതൽ പേരും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടത്. അതെ. അപ്പൊ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുന്നുള്ളത് കൊണ്ടും ദിലീപേട്ടനോട് ഒരു സിനിമയിൽ വന്നാൽ നമുക്കൊരു ക്ലിക്ക് അടിക്കാം എന്നുള്ളൊരു വിശ്വാസമൊക്കെ വരില്ല, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് നമ്മളെ അങ്ങനെ ഒരു തോന്നലുണ്ടാവും. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുള്ളത് തീർച്ചയായും ദിലീപേട്ടന്റെ സിനിമകളിൽ അഭിനയിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യത്തിന് ഈ പറഞ്ഞതുപോലെ മൈ ബോസ് എന്ന് പറഞ്ഞൊരു എന്റെ മോള് അതിപ്പോ തന്നെ ഒരു 10, 50, 60 തവണ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും ഇരുന്നാലും അവൾ ഇന്നലെ രാത്രി ഇപ്പോഴും ഇരുന്നാലും അത് അത്രയും തവണ അവൾ ഇങ്ങനെ ഒരു ദിവസം തന്നെ 3 തവണ കയറി കാണും. അതുപോലെ ഇപ്പം നമ്മുടെ പടം കഴിഞ്ഞിറങ്ങി കഴിഞ്ഞപ്പോഴും ഒരു ഫാമിലി ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുത്ത് കൊടുത്തപ്പോൾ ആ കൂടെ ഒരു കൊച്ചു പയ്യൻ മുത്തു അല്ലേന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് കിട്ടിയ മുത്തുവോ, മറ്റേ റിംഗ് മാസ്റ്ററിലെ പട്ടികളുടെ ഡോക്ടർ അല്ലേ, മുത്തു അല്ലേന്ന് ചോദിച്ചു. അപ്പൊ പിള്ളേരുടെ മനസ്സിലായത് ഇപ്പോഴും ഇങ്ങനെ നിൽക്കും. അതൊക്കെ തീർച്ചയായിട്ടും ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാൻ ചേട്ടൻ സ്ക്രീനിൽ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ. കാരണം അത് ചിരിപ്പിക്കുന്ന ക്യാരക്ടർ ആണെങ്കിലും ഷാൻ ചേട്ടൻ ശരിക്കും ചിരിപ്പിക്കും. വെറുപ്പിക്കുന്ന ക്യാരക്ടർ ആണെങ്കിലും അതും അറിയാം. ഷാൻ ചേട്ടൻ ഇതിനകത്ത് നെഗറ്റീവ് റോളാണെങ്കിൽ നമ്മളെ വെറുപ്പിക്കും. ഇങ്ങനെ നെഗറ്റീവ് ശരിക്കും ഭയങ്കര പവർഫുള്ളാണ് ഷാൻ ചേട്ടൻ. കണ്ണും ആ ബോഡി ലാംഗ്വേജും അത് ഓരോ ഷാൻ ചേട്ടൻ എത്രയൊക്കെ ചെയ്യുന്നില്ല, ഞാൻ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഷാൻ ചേട്ടൻ്റെ ഓരോ മൂവ്മെന്റിലും ഭയങ്കര ശരിക്കും വർക്ക് ചെയ്ത് തന്നെ ഓരോന്ന് ചെയ്യുന്ന പോലെ തോന്നും. അതുപോലെ ആ ക്യാരക്ടർ അങ്ങ് ഇൻവോൾവ് ചെയ്ത് ശരിക്കും ചെയ്യണത്. അതുകൊണ്ട് സ്ക്രീനിൽ വരുമ്പോൾ നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിലും നമ്മളങ്ങ് ഇതാക്കി അങ്ങനെ ആ ക്യാരക്ടർ സൂപ്പറായിട്ട് ഓരോന്നും ചെയ്യും. ഭയങ്കര സന്തോഷം. ഒരു ഇതുകൊണ്ട് എനിക്ക് ഷാൻ ചേട്ടൻ ഇന്റർവ്യൂ എന്ന് അറിയുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും നല്ലൊരു അഭിനേതാവിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കാന്ന് പറയണത്.